ഭൂരിപക്ഷത്തോടെ ജയിക്കണം. ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉള്ള ആൾക്കാർ നമ്മളെ പോലെ സാധാരണക്കാരെ വോട്ട് കൊടുക്കാൻ തയ്യാറാവില്ല. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ജയിക്കും. ജനങ്ങൾ മാറി ചിന്തിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. പിന്നെ പുള്ളി വന്നു കഴിഞ്ഞാൽ നേമത്ത് നല്ലൊരു വികസനം ഉറപ്പായിരിക്കും. ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടുമോ? ഇല്ല, കൈവിടില്ല. കാരണം കേന്ദ്രത്തിൻ്റെ വികസനം രാജീവ് ചന്ദ്രശേഖർ ജില്ലയിൽ കൂടെയാണ് നമുക്ക് നേമത്തേക്ക് വരേണ്ടത്. കേരളത്തിൽ വികസനം വരണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ 100% വികസനം കൊണ്ടുവരും. അദ്ദേഹം നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്ന് ചെയ്യുന്ന ഒരു വ്യക്തി. ശിവൻകുട്ടി ഇരട്ട താഴിട്ട് കൂട്ടിയ ആ പൂട്ട് നമ്മൾ നാളെ മണിച്ചിത്ര താക്കോല് വെച്ച് തന്നെ തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടുപേരും മറ്റേ ഇടതും വലതും അവർ യോജിച്ച് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വികസനം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. വന്നാൽ നേമത്തിന് നല്ല വികസനം വരുവുള്ളൂ. നേമത്തെ വികസനം കുറച്ചുകൂടി നല്ല രീതിയിൽ കുറേ കൂടി നല്ലതായി വരണമെന്നുണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലും മിസ് ചെയ്യില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ ജനത്തിൻ്റെ ആവശ്യമാണ്. കേരളം നാളെ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഏറ്റവും വാശിയേറിയ മത്സരമാണ് നേമത്ത് നടക്കുന്നത്. നേമത്തിൽ 3 സ്ഥാനാർത്ഥികളും നല്ല മത്സരം നടത്തുന്നുണ്ട്. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത്രയും ടെക്നോക്രാറ്റായ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി. വീണ്ടും അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. ഈ ചാൻസ് ജനങ്ങൾ മിസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ജനങ്ങൾ മിസ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ നല്ല ഒരു അവസരം അവർ നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് വരുന്നത്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടും പിന്നെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, ലാഭേച്ഛയില്ലാതെ നമ്മുടെ നാട്ടിന് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ വരാനുള്ളത് മുരടിച്ച് കിടക്കുകയാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വികസനം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ വികസിത നിയമം മാർഗരേഖ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് നമ്മുടെ ഇത്രയും കാലം ഭരിച്ചവർ ശ്രദ്ധിക്കാത്ത പല വിഭാഗങ്ങളിലോട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ അത് ഈ പ്രകടന പത്രികയിൽ തന്നെ അദ്ദേഹം ഓരോരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ വെറുതെ പ്രലോഭനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല, വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ നമ്മൾ നൽകിയില്ല. ഈ ഒരു അവസരം ജനങ്ങൾ പരമാവധി നൽകണമെന്നതാണ്. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം ഈ ഇവിടെ നേമത്ത് ഭരണം അതിൽ നിന്ന് ഇവിടെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് വന്നു കഴിഞ്ഞാൽ. അപ്പം അത് മിസ് ചെയ്യരുത് എന്നുള്ളൊരു, അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടുപേരും മറ്റേ ഇടതും വലതും അവർ യോജിച്ച് തോൽപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അത് നടക്കില്ല. അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും. നാളെ തിരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുകയാണ്. നിയമവും നാളെ തിരഞ്ഞെടുപ്പിന് പോകും. ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന സ്ഥലമാണ് നിയമം. ഇപ്പം നേമത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഈ മണ്ഡലം ഭൂരിപക്ഷം നൽകിയെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അതേപോലെ ഇത്തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ്. അപ്പം അദ്ദേഹത്തിന് ഈ ഒരു അവസരം ജനങ്ങൾ നൽകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം ഇപ്രാവശ്യം നേമം നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളും നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശിവൻകുട്ടി ഇരട്ട താഴിട്ട് കൂട്ടിയ ആ പൂട്ട് നമ്മൾ നാളെ മണിച്ചിത്ര താക്കോല് വെച്ച് തന്നെ തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകി. അപ്പോൾ അതിൻ്റെ അർത്ഥം നേമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ച് അന്ന് ഏൽപ്പിച്ച ആ വോട്ടിൻ്റെ പരിണിത ഫലം, അതിനുശേഷം അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിൽ കൂടിയും അതിനുശേഷം നേമം നിയോജക മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെ നടന്നതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് നേമം റെയിൽവേ സ്റ്റേഷൻ, നേമം അവിടെ 120 കോടി രൂപ പദ്ധതിയുടെ ഒരു തുക അനുവദിക്കുകയും അതുപോലെ തന്നെ നേമം വാർഡിൽ തന്നെ റെയിൽവേയുടെ ഒരു ഭാഗം അടഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ അദ്ദേഹം ഒന്നുമല്ല, MP-യോ MLA-യോ ഒന്നുമല്ല, ഒരു കേവലം BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ആ സ്ഥലം വന്ന് സന്ദർശിക്കുകയും അവിടുത്തെ 200ഓളം വരുന്ന ജനങ്ങൾക്ക് ആ പാത തുറന്നു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുവല്ലത്തുള്ള
ക്ഷേത്രം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ കൂടി വാങ്ങിച്ചുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി. എല്ലാം പോട്ടെ, സൈനിക സ്കൂൾ, കൈമനത്തെ സൈനിക സ്കൂൾ, അത് തിരുവനന്തപുരം ജില്ലയിൽ വേറൊരു സൈനിക സ്കൂൾ ഇരിക്കെ തന്നെ കൈമനത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സൈനിക സ്കൂളാക്കി മാറ്റുവാനുള്ള ഏറ്റവും കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്തത് രാജീവ് ചന്ദ്രശേഖറാണ്. ഈ സമയം നമ്മൾ ആലോചിക്കുക, അദ്ദേഹം ഈ മണ്ഡലത്തിലെ MLA-യോ MP-യോ ഒന്നുമല്ല, BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേവലം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പോൾ ഒരു പദവിയും ഇല്ലാതെ ഇത്രയും അദ്ദേഹത്തിന് നിയോജക മണ്ഡലത്തിൽ ചെയ്തു തരാൻ സാധിക്കുമെങ്കിൽ ഒരു MLA ആയി വന്നു കഴിഞ്ഞാൽ ഇത്രയും ദീർഘവീക്ഷണവും ഇത്രയും വികസനോന്മുഖ ചിന്തയുമുള്ള ഒരു മനുഷ്യന് ജനങ്ങളെ ഒരു പ്രതിനിധിയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വികസനം നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. MLA-യുടെ ഓഫീസുകളിൽ പാർട്ടിക്കാരുടെ കത്തില്ലാതെ നേരിട്ട് കയറി ചെല്ലാനുള്ളൊരു അവസരവും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. SDPI-യുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും കൂട്ടുകെട്ട് ഇപ്രാവശ്യം നേമത്ത് ഫലിക്കില്ല എന്ന് ഈ കഴിഞ്ഞ 2 ആഴ്ച കാലയളവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിച്ചുവെങ്കിലും ജയിക്കാൻ സാധിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലാ പാർലമെൻറ്റ് ഇലക്ഷനിലും 1,00,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ അത് 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു. അത്രമാത്രം ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എല്ലാം കൊണ്ട് ജനങ്ങൾ മോദി സർക്കാരിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ചെറിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഇവിടെ പരാജയപ്പെടാൻ കാരണമുണ്ടായത്. എങ്കിലും അദ്ദേഹം ഇവിടെ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിയമമണ്ഡലത്തിൽ അദ്ദേഹം ലീഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ വികസിത കേരളത്തിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ മണ്ഡലത്തിലെ ജനങ്ങളും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എൻ്റെ അഭിപ്രായത്തിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർജി ജയിക്കണം, നേമത്ത് വികസനം ഉണ്ടാകണം. അതാണ് നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലം നൽകിയ മണ്ഡലമാണ് നേമം. ഇത്തവണ അദ്ദേഹം ഒരിക്കൽ കൂടി മത്സരിക്കുകയാണ്. ലോക്സഭയിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും നിയമസഭയിലേക്ക് പോകാൻ അദ്ദേഹം ഇവിടെ ഒരു അവസരം നോക്കി നിൽക്കുകയാണ്. ഈ അവസരം ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമോ? തീർച്ചയായിട്ടും ജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഒരു വികസിത നിയമം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പങ്കുണ്ടാവും. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ 100% വികസനം കൊണ്ടുവരും. അദ്ദേഹം നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്ന് ചെയ്യുന്ന ഒരു വ്യക്തി ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം വിജയിക്കാൻ സാധ്യത? തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കണം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്കാണ്. നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന നിയമസഭയിൽ വിജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരവസരം കൂടി ജനങ്ങളോട് ചോദിക്കുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടുമോ? ഇല്ല, കൈവിടില്ല. കാരണം കേന്ദ്രത്തിൻ്റെ വികസനം രാജീവ് ചന്ദ്രശേഖർജിയിൽ കൂടെയാണ് നമുക്ക് നേമത്തേക്ക് വരേണ്ടത്. കേരളത്തിൽ വികസനം വരണമെങ്കിൽ NDAയുടെ ഒരു ഭരണം വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് വളരെ വലിയ ഇതാണ് കേന്ദ്രത്തിലെ ഭരണം. ഞാൻ അവിടെ നോർത്തിലൊക്കെ ചെന്ന് കണ്ടതാണ് വികസനം. അപ്പോൾ ആ വികസനം നമ്മുടെ കേരളത്തിലും വരണമെന്നുള്ള ഒരാഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ വികസനം നമ്മുടെ നേമത്ത് വരണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി ജയിക്കണം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പം നിയമമണ്ഡലത്തിൽ വാശിയേറിയ മത്സരം നടക്കുന്നുണ്ട്. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി ലോക്സഭയിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയുണ്ടായി. നേമത്ത് അദ്ദേഹം ഒരിക്കൽ കൂടി അവസരം ചോദിക്കുകയാണ്. ഈ അവസരം ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുമോ? നൽകും. നേമത്ത് വികസനം ഉണ്ടാകാൻ അദ്ദേഹം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് അത് നിങ്ങളങ്ങനെ ഈ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണമാണോ? അദ്ദേഹം വന്നാൽ നേമത്തിന് നല്ല വികസനം വരുവുള്ളൂ. അദ്ദേഹം വിജയിക്കും. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു അവസരം ജനങ്ങൾ ആർക്ക് വേണ്ടി വിനിയോഗിക്കും? താമരയ്ക്ക് വേണ്ടി വിനിയോഗിക്കും. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. ഈ അവസരത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടുമോ അതോ അദ്ദേഹത്തെ വിജയിപ്പിക്കും? ഉറപ്പാണ്. കാരണം അദ്ദേഹം വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വന്നേ പറ്റൂ. നേമത്തെ വികസനം ഉണ്ടാകുന്നതിന് വേണ്ടി
നേമത്തെ ബസ്സിൻ്റെ വികസനം കുറച്ചുകൂടി നല്ല രീതിയിൽ കുറേ കൂടി നല്ലതായി വരണമെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇനിയും വരണം. ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അദ്ദേഹം ജനങ്ങൾ കിട്ടിയ ഒരു അവസരം ജനങ്ങൾ കൈവിടരുത് എന്നാണോ? അതെ അത് കൈവിടാൻ പാടില്ല. വിജയിക്കാൻ സാധ്യതയുണ്ട്. വിജയിക്കാൻ സാധ്യതയെന്നല്ല, വിജയിക്കും, ഉറപ്പുണ്ട്. വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന സ്ഥലമാണ് നേമം. ഈ നേമം മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ ജനങ്ങൾ ഇത്തവണ കൈവിടുമോ? ഒരിക്കലും കൈവിടില്ല എന്നാണ്. കാരണം ഇതുവരെയുള്ള ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം. പിന്നെ പുള്ളി വന്നു കഴിഞ്ഞാൽ നേമത്ത് നല്ലൊരു വികസനം ഉറപ്പായിരിക്കും. കാരണം പുള്ളി പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതയും അതല്ലാതെ മറ്റു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ നാടിന് ഉണ്ടാവും. പിന്നെ ഇത്രയും നാളും ഭരിച്ച് ഒരു ലെവലായില്ലേ, മാറി ചിന്തിക്കും ജനങ്ങൾ. തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. ഒരു മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഈ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ആയാലും. പിന്നെ ഈ കൈയിട്ട് വരുന്ന പ്രകൃതം ഒന്നും ഉള്ള ആളല്ല എന്ന് ഉറപ്പാണ് ജനങ്ങൾക്ക്. ഒരു വികസിത നിയമം എന്നുള്ള അദ്ദേഹം ഒരു മാർഗരേഖ തയ്യാറാക്കുകയുണ്ടായി. ആ വികസിത നിയമം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മാർഗരേഖ കൂടിയാണത്. അതിനകത്തും മറ്റുള്ള ഇതുവരെയുള്ളവർ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു ലക്ഷണമല്ലേ? അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത് യുവജനങ്ങൾ അദ്ദേഹത്തെ അതന്നെ കൂടുതലായിട്ടും യുവജനങ്ങൾക്കാണ് മുൻഗണന. അവരാണ് ഇത് മാറി ചിന്തിക്കുന്നത്. ഇതുവരെയും ഇപ്പം LDFകാർക്ക് അവർ തന്നെ വോട്ട് ചെയ്യും. പക്ഷെ ഇനി വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടില്ല ഉറപ്പായിട്ടും. ഒരിക്കലും മിസ് ചെയ്യില്ല. ചേട്ടാ, ഒരു കാര്യം ചോദിക്കുകയാണ്. നാളെ വാശിയേറിയ മത്സരമാണ് നേമം മണ്ഡലത്തിൽ നടക്കുന്നത്. തീർച്ചയായും 3 സ്ഥാനാർത്ഥികൾ കട്ടയ്ക്ക് നിന്ന് മത്സരിക്കുക. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ മത്സരിച്ച സമയത്ത് ജനങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷം കൊടുക്കാൻ പറ്റിയെങ്കിലും അദ്ദേഹത്തിന് അധികാരത്തിലെത്താൻ സാധിച്ചില്ല. ഇത്തവണ അദ്ദേഹം ഒരു അവസരം ചോദിക്കുകയാണ്. ഈ അവസരം ജനങ്ങൾ മുതലാക്കുന്നു. ഈ അവസരം അദ്ദേഹത്തിന് കിട്ടുന്നതിന് അതിൻ്റെ പ്രധാന കാരണം ഇവിടെ എതിർപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സ്ട്രോങ് അല്ലാത്ത പക്ഷം ശിവൻകുട്ടിയും തട്ടുമോട്ടിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ പോലെ സാധാരണക്കാരെ വോട്ട് കൊടുക്കാൻ തയ്യാറാവില്ല. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ജയിക്കണം. ജയിച്ചാലേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുള്ളൂ. അപ്പം വികസന കാഴ്ചപ്പാട് അതൊക്കെ ജനങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ? അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലോ നമ്മളെ പോലൊരു അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല മാർജിൻ ജയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം ജയിക്കും. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ ഉള്ള ചൂടൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പം വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നേമം മണ്ഡലത്തിൽ. ഈ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കൽ കൂടെ ജനങ്ങളോട് അദ്ദേഹം ഒരു അവസരം ചോദിക്കുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടുമോ? ഇല്ല, കൈവിടില്ല. കൈവിടാൻ പാടില്ല. BJP സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടാണോ അതോ? കാഴ്ചപ്പാടാണ്. അതാണ് നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ. BJP ആണ് ഇനിയുള്ള അടുത്ത തലമുറയുള്ള പിള്ളേർക്ക് BJP വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. രാജീവ് ചന്ദ്രശേഖർ വെച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഭൂരിപക്ഷത്തോടെ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജനങ്ങൾ ഈ ഒരു കിട്ടിയ അവസരം മിസ് ചെയ്യാൻ പാടില്ല. എങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഇങ്ങനെയുള്ള BJP വരുമ്പോഴല്ലേ ആൾക്കാർ അറിയുള്ളൂ. അദ്ദേഹം ഒരു അവസരം കൂടി ജനങ്ങളോട് ചോദിക്കുകയാണ്. ഈ അവസരം ജനങ്ങൾ മിസ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും മിസ് ചെയ്യില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ ജനത്തിൻ്റെ ആവശ്യമാണ്. ഈ ജനങ്ങളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചേ തീരൂ. ഉദാഹരണമായിട്ട് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ KSRTCയിൽ 32 കൊല്ലം ജോലി ചെയ്തതാണ്. എനിക്കിപ്പോൾ കിട്ടുന്നത് 11 പെൻഷനാണ്. 2011 പെൻഷൻ. അതിനുശേഷം 10 പൈസ അല്ല, 1 പൈസ കൂട്ടി കിട്ടിയിട്ടില്ല. അത് ഇന്നിതാ 8 തീയതി ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ഈ ട്രാൻസ്പോർട്ടിൽ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരും ഈ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്യും. ഞങ്ങൾ കൂട്ടമായിട്ടെടുത്ത തീരുമാനമാണ്. കാരണം അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് അദ്ദേഹം ജയിച്ച് വരണം. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു സ്കീമുണ്ട് മെഡിക്കലിൻ്റെ. ഈ കേരള ഗവൺമെൻറ് മാത്രമാണ് അത് നടത്താത്തത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, അങ്ങനെയുള്ള എല്ലായിടത്തും ആയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടായിരുന്നാലും ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ആശുപത്രിയിൽ പോയി ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും.
അപ്പം അത് ഇദ്ദേഹം ജയിച്ചു വന്നാലേ അത് നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ പിന്നെ മറ്റുള്ളവർ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു KSRTCയിലെ മുൻ ജോലിക്കാർ 43,000 തൊഴിലാളികളെ പെൻഷനാണ്. ഈ 43,000 കുടുംബങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ ഈ KSRTCയിലെ ജീവനക്കാരനായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറയുന്നു, അത് പൊള്ളതാണ് വാഗ്ദാനം? ഉള്ള വാഗ്ദാനം എന്ന് വെച്ചാൽ ഒരു ആർക്കാണ് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അത് മനസ്സിലാവാത്തത്? എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ സ്ത്രീകൾക്ക് വെറുതെ കൊടുക്കാൻ തന്നെ. അപ്പം കർണാടകയിൽ കൊടുത്തു എന്ന് പറയണം. ഇവിടെ 40,000 കോടി എന്തിനോ നഷ്ടത്തിലാണ് കിടക്കുന്നത്. അതവർ അങ്ങനെയും കൊടുക്കും. ഇവിടെ എന്തിനു ചെയ്യും? ഇവിടെ ഓരോരുത്തരുടെ തലയിൽ 50 ലക്ഷം വരെ, 1.5 ലക്ഷം എല്ലാവർക്കും, ഓരോ മനുഷ്യനും 1.5 ലക്ഷത്തിൽ കൂടുതൽ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ്. മൊത്തം 50,000 ലക്ഷം എന്തോ കടമായിട്ടുണ്ട്. അത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല, എന്നാലും അത്രയും ആയിട്ടുണ്ട്. KSRTC ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2011 ഉള്ള നിത്യോപയോഗ ചെലവും ഇന്നത്തെ ചെലവും കൂടെ സാധാരണക്കാരന് മനസ്സിലാവുമല്ലോ, അവർക്ക് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഹെലികോപ്റ്ററിൽ പറന്ന് അങ്ങും ഇങ്ങും ഒക്കെ നടക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരന് മനസ്സിലാവും. ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും. ഒരു ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിൽ പോകാനോ ഒക്കെ കഴിവില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും. ഇവർക്ക് എന്ത് നഷ്ടമാണ് വരുന്നത്? കേന്ദ്ര ഗവൺമെൻറ് സ്കീം അനുവദിച്ചാൽ അവിടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കുറേ 2,000 രൂപ വെച്ചുള്ള കുറേ തൊഴിലാളികൾ കിട്ടുന്നുണ്ട്. കർഷകർക്ക് കൃത്യമായിട്ടും അവർ തരുന്നുണ്ട്. ഒരു പൈസ വ്യത്യാസമില്ലാതെ ആ ഡേറ്റ് അനുസരിച്ച് അവർക്ക് ഇത് കയറുന്നുണ്ട്. നമ്മൾക്ക് ഈ പെൻഷൻ ഉള്ളതുകൊണ്ട്, ട്രാൻസ്പോർട്ടിലെ ഈ തുച്ഛമായ പെൻഷൻ ഉള്ളതുകൊണ്ട് വേറെ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടൂല. പെൻഷൻ കൃത്യമായി കിട്ടുകയില്ല. പെൻഷൻ കിട്ടുകയില്ല. ഇന്നിപ്പോൾ തീയതി ഇതായിട്ടായി, നാളെ അവധി. ആദ്യം പറഞ്ഞ 28-ാം തീയതി പൈസ ഗവൺമെൻറ് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ പത്രത്തിലും ടെലിവിഷനിലും എല്ലാം വന്നു. അതെ. അതിനുശേഷം ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ അത് അന്ന് എടുക്കാൻ പറ്റിയില്ല, ട്രഷറിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പം അനുവദിച്ചിട്ടുണ്ടെന്ന് ഇന്നൊരു മെസ്സേജ് പൈസ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പറ്റിപ്പാണ്, വെറും പറ്റിപ്പാണ്. ഇന്ന് വന്നത് നാളെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അത് പറ്റിപ്പാണ്, അവരുടെ പ്രസ്ഥാനങ്ങളെല്ലാം പറ്റിപ്പാണ്.